1980-90 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ഒരുപക്ഷെ രാജീവ് ഗാന്ധിയുടെ കുടുംബത്തിനും രാജീവ് ഗാന്ധിക്ക് പ്രധാനമന്ത്രി എന്നുള്ളതിൽ രാജീവ് ഗാന്ധിക്കുമൊക്കെ വലിയ തലവേദന ഉണ്ടാക്കി രാജ്യത്താകെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുള്ള ഷബാനു ബീഗത്തിൻ്റെ ഒരു കേസ് നമുക്കറിയാം. അതൊരു വനിതയാണ്. മധ്യപ്രദേശ് സംസ്ഥാനത്തിലെ 62 വയസ്സുള്ള ഷബാനു ബീഗം ത്തിൻ്റെ ഒരു കേസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കേസാണ്. അത് ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട തലാഖിൻ്റെ കേസാണ്. ആ കേസ് വന്ന് വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അത് സുപ്രീം കോടതി ഷബാനു ബീഗത്തിൻ്റെ പക്ഷത്ത് വിധി പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ രാഷ്ട്രീയമായ കോളിളക്കമാണ് ഭാരതത്തിൽ ഉണ്ടായത്. അതിന് മുസ്ലിം വിമൺ ആക്ട് വരെ ഇന്ത്യയിൽ ഉണ്ടാക്കേണ്ടി വന്നു. 1986-ൽ രാജീവ് ഗാന്ധി സർക്കാരിന് വലിയ തലവേദന ഉണ്ടാക്കിയ മുസ്ലിം വിമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് വരെ പാസ്സാക്കേണ്ടി വന്നു. ഞാനിത് പറഞ്ഞത് സ്ത്രീകളുടെ അവകാശത്തെ സംബന്ധിച്ച്, സ്ത്രീകളുടെ തൊഴിലവകാശമാകട്ടെ, തൊഴിൽ നിയമങ്ങളാകട്ടെ, സേവന വേതന വ്യവസ്ഥകളാകട്ടെ, അവരുടെ അന്തസ്സായി ജീവിക്കുവാനുള്ള അവകാശങ്ങളൊക്കെ തന്നെ ഹനിക്കപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ സ്ത്രീകൾ വളരെ വലിയ തോതിൽ മുന്നോട്ട് വരികയും അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അത് ഭരണകൂടങ്ങളെ പലപ്പോഴും ബുദ്ധിമുട്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ സമരങ്ങൾ നമ്മുടെ രാജ്യം കണ്ടിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ സമാനതകളില്ലാത്തൊരു സമരമാണ് ആശാ വർക്കേഴ്സിൻ്റെ ഭാഗമായി നടന്നത്. ഇന്നലെ 256-ാമത്തെ ദിവസത്തിൽ അവർ മുഖ്യമന്ത്രിയെ കാണണം എന്നുള്ള അഭിപ്രായം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കൂടി കണ്ടവരെ കാര്യങ്ങൾ നേരിട്ട് ബോധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ക്ലിഫ് ഹൗസിലേക്ക് സമരം നടത്തി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ സമരത്തെ കൈകാര്യം ചെയ്ത രീതിയിൽ ഒരു അശാസ്ത്രീയതയുണ്ട്. കാരണം സമരം എല്ലാവർക്കും നടത്താൻ അവകാശമുണ്ട്. സമരത്തെ ലാ ആൻഡ് ഓർഡർ പ്രകാരം നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് അവകാശമുണ്ട്. ആ രണ്ടു പേർക്കും അവകാശമുണ്ട്. സമരം നടത്തുന്നതിൻ്റെ രൂപം എന്നതായിരിക്കണം, കൃത്യമായി ചെല്ലുക, അല്ലെങ്കിൽ അത് വെള്ളം അടിക്കുന്നതിൻ്റെ തൊട്ട് താഴെ, വെള്ളം ചീറ്റുന്നതിൻ്റെ തൊട്ട് താഴെ ചെന്ന് നിൽക്കുക. പിന്നെ ആരെങ്കിലും ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ആരെങ്കിലും കിണറി കാണിച്ചോളൂ, അതിന് വെള്ളം അടിച്ചോളൂ എന്ന് പറയാം, കുറേ വെള്ളം കഴിഞ്ഞിട്ട് അടിക്കുന്നു, ഹാവോ എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ബിരിയാണി, അങ്ങനത്തെ സമരങ്ങളും ഉണ്ട്. അല്ലാതെ വലിയ സംഘർഷത്തിലേക്ക് പോകുന്ന സമരങ്ങളുണ്ട്. സമരം എന്ന് പറഞ്ഞാൽ തന്നെ, പ്രതിഷേധമെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ രൂപവും ഭാവവും എന്താണെന്ന് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ തല്ലിലേക്ക് പോകും, ലാത്തി ചാർജിൽ പോകും, ടിയർ ഗ്യാസിലേക്ക് പോകും, ചിലപ്പോൾ ബാരിക്കേഡിൻ്റെ മുകളിൽ കയറും, ബാരിക്കേഡ് മുറിച്ച് കിടക്കും, മതിൽ ചാടി കിടക്കും. സമരം എന്ന് പറയുന്നത് തന്നെ പ്രതിഷേധമാണല്ലോ. അപ്പോൾ അതിനൊരു രൂപം ഇന്നതായിരിക്കണം, കൃത്യമായി അലുവ കണ്ടിക്കും പോലുള്ളൊരു സമരം അതൊന്നും പറ്റത്തില്ല. പക്ഷേ എന്തായാലും ഇന്നലത്തെ സമരം വലിയ അക്രമാസക്തമായി പോയില്ല എങ്കിലും ചില നാടകീയ രംഗങ്ങൾ അവിടെ ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5 മണിക്കൂർ അവർ സംസാരിച്ചു. അപ്പോഴൊന്നും മൈക്ക് എടുത്തുകൊണ്ട് പോയില്ല. ആ തുടങ്ങുമ്പോൾ തന്നെ പറയണ്ടേ, നിങ്ങൾക്ക് മൈക്കിന് പെർമിഷനൊന്നുമില്ല, എടുത്തുകൊണ്ട്. പക്ഷേ പെർമിഷൻ ഉണ്ടോ ഇല്ലേ എന്നറിയില്ല. പക്ഷേ എന്തായാലും 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ഓഫീസർ വന്ന് ബോക്സ് എടുത്തുകൊണ്ട് ഓടുന്നു. പിന്നെ സ്ത്രീകൾ തടയുന്നു, സ്ത്രീകൾ ജീപ്പിൻ്റെ മുന്നിൽ കിടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് CMBയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാവായിട്ടുള്ള CP ജോൺ അവർ വരുന്നു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. വേണ്ട പുകയാണ്. അപ്പോൾ CP ജോൺ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ താഴത്തെ റാങ്കിലുള്ള ഒരു CA റാങ്കിലുള്ള ഒരു, അല്ലെങ്കിൽ ASP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ വന്നോളൂ. ACP എവിടെയാണ്, അല്ലെങ്കിൽ SP എവിടെയാണ്, ഉയർന്ന IG റാങ്കിൽ. കാരണം തിരുവനന്തപുരത്ത് ഇത്രയും വലിയ ഒരു സമരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു IG റാങ്കിലുള്ള, അല്ലെങ്കിൽ DIG റാങ്കിലുള്ള ഉയർന്ന പോലീസ് ഓഫീസർമാർ വനിതകളുടെയും പുരുഷന്മാരുടെയും ഭാഗത്തുനിന്ന് വരണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, ഈ സ്ത്രീകളെ ഇങ്ങനെ വല്ലാതെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു വല്ലാത്തൊരു വികാരമുണ്ട്. കാരണം അവർ 256 ദിവസമായി സഹന സമരമാണ് നടത്തുന്നത്. ഇതിനിടയിൽ അവർ വളരെ ഗാന്ധിയൻ മാർഗത്തിലാണ് അവർ സമരം ചെയ്യുന്നത്. അപ്പോൾ ആ സമരം ചെയ്യുന്നവരെ പുച്ഛിച്ച് തള്ളാതെ അവരെ കേൾക്കാൻ ഭരണകൂടത്തിന് താല്പര്യമുണ്ടാകണം. അങ്ങനെയാണ് അതിൻ്റെ രീതി. മുഖ്യമന്ത്രി തീർച്ചയായിട്ടും അവരെ കേൾക്കണമായിരുന്നു. കാരണം തൊട്ട് താഴെയുള്ള ലെവലിൽ NRHMൻ്റെ മിഷൻ ഡയറക്ടർ കേട്ടിട്ടും അത് ഒത്തീർപ്പായില്ല. മന്ത്രി വീണ ജോർജ് 3 പ്രാവശ്യം കണ്ടിട്ട് അത് ഒത്തീർപ്പായില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തുതീർപ്പാവാതെ നിൽക്കുന്നൊരു സമരത്തെ പ്രതിപക്ഷവും BJP ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സമരം ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം, അരുന്ധതി റോയെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ രാജ്യത്തെ മേധാ പട്കറിനെ പോലുള്ള ആളുകൾ, വളരെ പ്രമുഖരായിട്ടുള്ള സാംസ്കാരിക നായന്മാർ. കേരളത്തിലെ സാംസ്കാരിക നായന്മാർക്ക് വേറെ പണിയുണ്ട് കേട്ടോ, ഇവരെ നമ്മൾ വിളിച്ചിട്ടില്ല, അവർക്ക് ഇതിൽ താല്പര്യമില്ല. അതേസമയം ഡോക്ടർ ദേവികയെ പോലുള്ള ചില ആളുകൾ ഇതിനകത്ത് വരികയും ചെയ്തു. അപ്പോൾ കുറച്ച് ആളുകൾ വന്നു, ആരും വന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ജോസഫ് മാത്യുവിനെ പോലെ ആളുകൾ, ഡോക്ടർ KG താര, ഇങ്ങനെ കുറേ ആളുകൾ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിൽക്കുന്നവരും സാമൂഹ്യ രംഗത്ത് നിൽക്കുന്ന സാറാ ജോസഫിനെ പോലെയുള്ളവർ കുറച്ചാളുകൾ വന്നു, അതിനെ സപ്പോർട്ട് ചെയ്തു. അതിന് ഇല്ലാന്ന് നമ്മൾ പറയും. എന്നാൽ ഒരു സോക്കാൾഡ് സാംസ്കാരിക രംഗം കേരളത്തിൽ നിശബ്ദമാണ് ഇപ്പോഴും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു വിഷയം വന്നത്. എന്തായാലും അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇൻസെൻറ്റീവ് കൊടുക്കേണ്ടതെന്ന് വയ്ക്കുക. അവർ 1500 രൂപ കൂട്ടി. കേരള ഗവൺമെൻറ് ഓണറേറിയം കൂട്ടണം.
ഇനി അങ്ങനെയല്ല, ഇത് രണ്ടുമുണ്ടെന്ന് വെക്കുക. ഇനി കേന്ദ്രമാണ് കൂട്ടേണ്ടത്, മൊത്തം പാക്കേജ് കൂട്ടേണ്ടത് കേന്ദ്രമാണ്, അല്ലെങ്കിൽ മൊത്തം പാക്കേജ് സംസ്ഥാനത്തിൽ ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ ഇത് ഒരു ബൈലേറ്റർ രണ്ട് കൂട്ടരും കൂടെയുള്ള ഒരു ചർച്ചയിൽ തീരണ്ടേ? ഒരു കമ്മിറ്റിയെ വെച്ചല്ലോ, ഒരു നമ്മുടെ ഹരിത എസ് കുമാർ അങ്ങനെ എന്താ പേര്, അവർ IAS മേഡം ഉണ്ടല്ലോ, വനിതാ ശിശുക്ഷേമ സമിതിയുടെ ഹരിത എസ് കുമാർ, ആ മേഡത്തിനെ വെച്ചുകൊണ്ടൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അവരെ റിപ്പോർട്ട് കൊടുത്തു. 10 വർഷമായവർക്ക് 1500 രൂപ കൊടുക്കാം, അല്ലാത്തവർക്ക് 1000 രൂപ കൂട്ടി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞൊരു നിബന്ധനയൊക്കെ വെച്ചു. അപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ 21,000 ചോദിക്കുമ്പോൾ 7,000 കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ 8,500 പിന്നെ അവർ കൊടുക്കുന്ന 14, എല്ലാം കൂടി ഒരു 10,000 രൂപ കിട്ടും. 10,000 രൂപ കിട്ടും. പിന്നെ മറ്റവർക്കാണെങ്കിൽ പിന്നെ 10 വർഷം ആവാത്തവർക്കാണെങ്കിൽ പിന്നെ അതനുസരിച്ച് ഉള്ള പൈസയൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വലിയ വ്യത്യാസം വരും. ഒരു 10,000 രൂപയ്ക്കകത്ത് മാക്സിമം അതിനകത്ത് നിൽക്കുന്ന രൂപയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ 21,000 ചോദിക്കുന്നിടത്ത് അത് കൊടുത്താൽ തീരുമോ? പിന്നെ അവർക്ക് പെൻഷൻ പറ്റി പോകുമ്പോൾ വലിയൊരു എമൗണ്ട് കൊടുക്കണമെന്നുള്ള ഡിമാൻഡുണ്ട്, അത് കൊടുക്കുമോ? അതൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ഒരു വലിയ ചർച്ച നടക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി അതിനകത്ത് തയ്യാറാകണം. ഇന്നലെ പക്ഷെ തയ്യാറായിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് സൈനാണ്. ഇതിൻ്റെ സംസ്ഥാന നേതാവ് ഇന്നലെ ക്ലിഫ് ഹൗസ് മാർച്ച് സമാപിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത് 2 കാര്യങ്ങൾ. 19 പേരെ പിടിച്ചെങ്കിലും മിനി അടക്കമുള്ള 19 പേരെ, പിന്നെ ഇതിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള മിനി SECയുടെ മിനി അടക്കമുള്ള ആളുകളെ പിടിച്ചെങ്കിലും അവരെ തിരിച്ചുവിടാൻ 19 പേരെയും കേസെടുക്കാതെ തിരിച്ചുവിട്ടു. അതൊരു വനിതകളായതുകൊണ്ടാകാം ഈ ഇത്തരത്തിലൊരു സമരത്തിനോടുള്ള ഒരു ആഭിമുഖ്യം. അല്ലെങ്കിൽ അവരെ വേണമെങ്കിൽ ജാമ്യമില്ലാത്ത കേസുകളൊക്കെ ചുമത്തി 10 ദിവസം ജയിലിലിടാമല്ലോ. ഇപ്പോൾ സന്ദീപ് വാര്യറൊക്കെ അടക്കമുള്ള ആളുകൾ 10 ദിവസം ജയിലിൽ കിടന്നല്ലോ ശബരിമല വിഷയത്തിൽ. അപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതൊന്നും ഇല്ലാതെ ഇന്നലെ അവരെ വിടും എന്ന് പറഞ്ഞു, അവരെ പുറത്ത് വിടുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മുഖ്യമന്ത്രി ഡേറ്റ് കൊടുക്കാം എന്നാണ്. അത് SCPയും സമ്മതിച്ചു. പിന്നെ SCP വന്നു, അവിടെ SCP സമ്മതിച്ചു. പിന്നെ അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഓഫീസിൽ അവർ സമരക്കാർ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ഡേറ്റ് കിട്ടുമെന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രി തിരക്കിലാണ്. പക്ഷേ തിരക്ക് കഴിഞ്ഞാൽ തിരക്കൊന്നൊരു വിഷയമല്ല, സമരക്കാർ അത് മനസ്സിലാക്കണം. മുഖ്യമന്ത്രിയാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് അനുസരിച്ച് തന്നെ നിങ്ങൾ പോകണം. നിങ്ങൾ സമരം ഉണ്ടല്ലോ അവിടെ, തീർച്ചയായിട്ടും പോകണം. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഇത് ചർച്ച ചെയ്യണം. വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയും കൂടെ വിളിച്ചോണം. വേണമെങ്കിൽ ഇനി വീണ ജോർജ് മന്ത്രിയെയും വിളിച്ചോണം, അല്ലെങ്കിൽ സർവകക്ഷി യോഗം വിളിച്ചോണം. ഇനി കേന്ദ്ര ഗവൺമെൻറ്റാണ് കൂടി ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ മന്ത്രിമാരെ വേണമെങ്കിലും വിളിച്ചോണം. എന്ത് പാക്കേജ് ഉണ്ടാക്കിയാലും അതൊക്കെ മുഖ്യമന്ത്രിയുടെ തലങ്ങളിൽ തീരുമാനിക്കേണ്ട വിഷയമാണ്. നമ്മളിപ്പോൾ ആരെയും വിളിക്കണമെന്നോ ഒഴിവാക്കണമെന്നോ ഒന്നും പറയാൻ നമ്മൾ ആളല്ല. പക്ഷേ എന്ത് തന്നെയായിരുന്നാലും വളരെ കൃത്യമായ ഒരു ചർച്ച ഇതിനകത്ത് നടക്കണം. ആ ചർച്ച കേവലം സർക്കാരിൻ്റെ ഭാഗം സർക്കാർ പറയാനും സമരക്കാരുടെ ഭാഗം സമരക്കാർ പറയാനും മാത്രമുള്ളൊരു വേദിയാകരുത്. അതൊരു ഒത്തുതീർപ്പിൻ്റെ ചർച്ചയിലേക്ക് പോകണം. അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കേരള സർക്കാരിന് കൊടുക്കാൻ കഴിയുന്ന മാക്സിമം പണം കൊടുക്കണം. 1,500 രൂപയാണ് കേന്ദ്ര സർക്കാർ തരുന്നുണ്ടെങ്കിലും ബാക്കി കൂടുതൽ തുക വാങ്ങാനുള്ള നടപടിക്രമങ്ങൾ വീണ്ടും കത്തെഴുതിയും സമ്മർദ്ദപ്പെടുത്തിയും എന്തെല്ലാം കാര്യത്തിന് കേന്ദ്രത്തെ നമ്മൾ സമ്മർദ്ദപ്പെടുത്തുന്നു, ആ സമ്മർദ്ദപ്പെടുത്തിയും അത് വാങ്ങണം. കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് അത് വാങ്ങിച്ച് ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ സേവനം എടുക്കണമെങ്കിൽ എടുക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്ത് കേരള സർക്കാരിന് കൊടുക്കാൻ കഴിയുന്ന പരമാവധി തുക കൊടുക്കണം. അതിൽ ആവശ്യമായ വിട്ടുവീഴ്ച ചെയ്യാൻ സമരക്കാരും തയ്യാറാവണം. അപ്പോൾ ഇങ്ങനെ 2 കൂട്ടരും കൂടി 257-ാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുന്ന സമരം ഇന്ന് സംസ്ഥാന വ്യാപകമായി അവർ എല്ലാ ആശാ വർക്കേഴ്സിൻ്റെ ആശുപത്രികളുമായി, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുമായി ബന്ധപ്പെടുത്തി വലിയ പ്രതിഷേധ യോഗങ്ങളും സമരവും ഒക്കെ ഇന്ന് വച്ചിട്ടുണ്ട്. ഇന്നലത്തെ എൻ്റെ ലാത്തി ചാർജിലും ടിയർ ഗ്യാസ് പ്രയോഗത്തിലുമൊക്കെ. എന്തായാലും വീട്ടമ്മമാരാണ് അവർ വനിതകളാണ്. അവർ സഹന സമരമാണ് ഇന്നലെ വരെ നടത്തിയത്. ഇന്നലെയാണ് കുറച്ചൊന്ന് വയലൻ്റായത് സമരം. ഇനിയും വയലൻസിലേക്ക് പോകാതെ സമരക്കാർ ശ്രദ്ധിക്കുക. വയലൻസിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ ഗവൺമെൻറ് ശ്രദ്ധിക്കുക. വളരെ ഗൗരവമായി, വളരെ അടിയന്തരമായി, സൗഹാർദ്ദപരമായ ചർച്ച നടക്കട്ടെ. 2 കൂട്ടരും പിടിവാശി ഒഴിവാക്കി ചർച്ചയിലൂടെ ആശാസമരം അവർക്ക് അർഹമായ ആനുകൂല്യം കൊടുക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഗവൺമെൻറ്റുകൾ കൊടുക്കണം. അത് വാങ്ങിക്കൊണ്ട് ആശാ വർക്കേഴ്സിന് സമരം എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ച് ഒരു ഒത്തുതീർപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഗുണകരമായ പരിസമാപ്തിയിലേക്ക് പോകട്ടെ. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടെയൊക്കെ വരികയാണ്. അതിനു മുന്നേ വെച്ച് വലിയ രാഷ്ട്രീയ സംഘർഷമായി മാറാതിരിക്കാനുള്ള എല്ലാവിധ കരുതലുകളും എല്ലാ ഭാഗത്തുനിന്നും 2 ഭാഗത്തുനിന്നും സമരക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഗവൺമെൻറ് ഭാഗത്തു നിന്നാണ് ഇപ്പോൾ കൂടുതൽ ആക്ഷൻ ഉണ്ടാകേണ്ടത്. അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.